കഴിഞ്ഞ ദിവസം പോലീസ് മർദ്ദനം ഉണ്ടായ സമയത്ത് തന്നെ PV ശ്രീനിവാസൻ അവിടെ പോകുന്നു, വലിയ പ്രതിഷേധമുണ്ടാകുന്നു. അതുപോലെ അവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷം എന്തു ചെയ്യുന്നു എന്നൊരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കോടതി ഉത്തരവുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പാരിയത്തുകാവിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു കഴിഞ്ഞ സർക്കാരും ജനപ്രതിനിധി എന്നുള്ള രീതിയിലും കഴിഞ്ഞ സമയത്ത് 5 വർഷം ഞങ്ങൾ എടുത്തത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഈ സർക്കാർ അധികാരത്തിൽ എത്തി 3ാമത്തെ ദിവസം ഇതാണോ ഈ സർക്കാരിന്റെ ദളിത് വിഭാഗങ്ങളോടുള്ള സമീപനമെന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. 100 വർഷമായിട്ട് ഇവര് താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇവര് ഇറങ്ങി പോകണമെന്ന് ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ അവരെ കുടിയൊഴിപ്പിക്കാൻ വരുമ്പോ അവർക്ക് ആവശ്യമായിട്ടുള്ള പുനരധിവാസത്തിനുള്ള സൗകര്യം ഈ സർക്കാർ ചെയ്തു കൊടുക്കണ്ടേ? എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ അമ്മമാര്, അവരെ ക്രൂരമായിട്ടാണ് അവരെ തല്ലിച്ചതച്ചെന്നാ പറയുന്നത്. പോലീസിന് എന്ത് ഉത്തരവാദിത്വം ഉള്ളത്? പോലീസിന് ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇത് വഴിവിട്ട് ഇത്തരത്തിൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. ആ ഉദ്യോഗസ്ഥനെതിരെ ആവശ്യമായ നടപടികൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. ഇത് ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും ഈ സർക്കാരിനെ, ഈ കോൺഗ്രസ് സർക്കാരിനെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ദളിതരായിട്ടുള്ള ആളുകളെ അധികാരം കിട്ടി 2ാമത്തെ ദിവസം ഇത്തരത്തിൽ ക്രൂരമായിട്ട് തല്ലിച്ചതച്ചത് ശരിക്കും അന്വേഷിക്കേണ്ട വിഷയമാണ്. ഈ അധികാരം കിട്ടുന്നതിന് 10 വർഷം നിങ്ങളോട് ഭരിച്ചവരാണ്. പാവപ്പെട്ടവർക്ക് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇനി രക്ഷയില്ല. ഇവിടെ ഒരു മിനിറ്റ് ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. തന്റെ അപ്പന്റെ മടിയിലെത്തിയാണോ എനിക്ക് പേരിട്ടത്? നീ എടി പൊടി എന്നൊക്കെ വിളിക്കാൻ. അയ്യേ ചമ്മിപ്പോയേ. അതായത് ഇതില് ഒരു മിനിറ്റ് ഞാൻ പറയാം, മറുപടി പറയാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അഭിലാഷേ 30 സെക്കൻഡ് തരൂ. കഷ്ടമാണിത്. പാച്ചേട്ടാ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. 12 ആനി അതിന്റെ തോറ്റും തരാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ട് ഞാനില്ല. പോയോർത്തോളം മതിയായി. തടി ബാക്കിയായത് തന്നെ റബ്ബിന്റെ കാവല്. ആ കണ്ണീരൊക്കെ എന്ത് കണ്ണീരാണ് ജനങ്ങൾക്കറിയാം. മുൻ മന്ത്രിയുടെ കണ്ണുനീര് യഥാർത്ഥത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ ഇത് മുതലക്കണ്ണീരാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മുതലക്കണ്ണീരുമായി അത്തരം സ്ഥലങ്ങളിൽ പോകുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള ബോധ്യം അവിടെ ജനതയ്ക്കുണ്ട്. കിട്ടാനുള്ള കിട്ടിയപ്പോ മതിയായല്ല. 10 വർഷക്കാലമായി ആ ജനങ്ങളെ ഈ രൂപത്തിൽ എത്തിച്ചത് ആരാണ്? മുൻ എം എൽ എ അവിടെ എത്തിയപ്പോൾ അവിടെ ജനങ്ങൾ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുന്നത് വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും 10 വർഷക്കാലം അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാരാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 10 കൊല്ലമായി നിങ്ങൾ എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവസാനം പറഞ്ഞത് അവിടുത്തെ പുറമ്പോക്ക് ഭൂമി മുഴുവൻ അളന്ന് തിട്ടപ്പെടുത്തി അതിൽ പുറമ്പോക്കുണ്ടോ എന്നത് പരിശോധിക്കണം എന്നതാണ്. അതിനൊന്നും ഇല്ലേ? 19 ഏക്കറിലും താമസിക്കുന്ന മുഴുവൻ ആളുകളോടും അവരുടെ കൈവശമുള്ള രേഖകൾ ഹാജരാക്കാൻ സർക്കാർ പറഞ്ഞിട്ട് മാസങ്ങളായി. ഈ കേസുമായിട്ട് നടന്ന വ്യക്തി അടക്കം, അതായത് 2.5 ഏക്കർ സ്ഥലം എനിക്കുണ്ട്, അതിലാണ് ഈ 8 കുടുംബം താമസിക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന ആള് പോലും സ്വന്തം കയ്യിലുള്ള രേഖ ഹാജരാക്കാൻ തയ്യാറായില്ല. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അതിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ വന്നപ്പോഴാണ്
14 തവണ പോലീസ് വരുമ്പോഴും പോലീസ് അത് ഒഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴുമെല്ലാം ജനങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുകയും അതിന്റെ ഭാഗമായി പോലീസ് അനിഷ്ട സംഭവങ്ങൾ അധികമില്ലാതെ തിരിച്ചു പോവുകയും ചെയ്തത്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. എന്നാൽ ഇന്നലെ ആലുവയിലെ ഡിവൈഎസ്പി ഒരു ബാബു മോൻ പറഞ്ഞത് ഞാൻ ചെറുപ്പമാണ് അതുകൊണ്ട് ശൗര്യം കൂടുമെന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീകളെ ആക്രമിച്ചത്, അതുപോലെ കുട്ടികളെ നിലത്തിട്ട് ചവിട്ടിയത്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇപ്പോ 14 തവണ ഇത്തരത്തിൽ അതിക്രമം കാണിക്കാതിരുന്ന പോലീസ്, ഈ രൂപത്തിൽ അതിക്രമം കാണിക്കാത്ത പോലീസ് എങ്ങനെ ഇത്തരത്തിൽ രൂപം മാറി എന്നതാണ് ചോദ്യം. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. അപ്പൊ പണ്ട് എന്ത് ചെയ്തു ഇപ്പോൾ എന്ത് ചെയ്തു എന്നല്ല, പോലീസിന്റെ നയത്തിൽ പെട്ടെന്ന് വന്നിരിക്കുന്ന ഈ മാറ്റത്തിന് കാരണം എന്ത് എന്നത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഞാൻ മനസ്സിലാക്കുന്നത് നാളെയോ മറ്റോ ആണ് ആഭ്യന്തര വകുപ്പിന്റെ ആദ്യത്തെ ഒരു പോലീസ് യോഗം ഔദ്യോഗികമായി ചേരാൻ പോകുന്നത്. അതിനു മുൻപ് കോൺഗ്രസ് അധികാരത്തിലേറി എന്ന് മനസ്സിലാക്കുന്ന നിമിഷം മാറാൻ കഴിയുന്നതാണോ പോലീസിന്റെ നയം? അല്ല, അത് പിന്നെ അത് ചോദിക്കേണ്ടത് ഇവരോട് തന്നെയാണ്. എന്തുകൊണ്ടാണ് ജലഭീരങ്കിയുമായിട്ട് അവിടെ പോയത്? എന്തുകൊണ്ടാണ് സ്റ്റിയർ ഗ്യാസുമായിട്ട് അവിടെ പോയത്? 8 കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടി 400ഓളം പോലീസുകാർ പോയത് എന്തിനാണ്? വനിതാ പോലീസ് പോലും ചെയ്യാൻ മടിച്ച ഡ്യൂട്ടി, അതായത് വീട്ടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി സ്ത്രീകളെ ആക്രമിക്കാൻ പുരുഷ പോലീസുമാർ തയ്യാറായത് എന്തുകൊണ്ടാണ്? അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. മണ്ണെണ്ണ വേണ്ട മുതലാളി, പഞ്ചസാര. നമ്മൾ കണ്ടല്ലോ, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ തന്നെ പോലീസിന്റെ ചുമതലയുള്ള മുഴുവൻ ആളുകളെയും മാറ്റണം, അതുപോലെ ജില്ലാ ചുമതലയുള്ളവരെ മാറ്റണം, അങ്ങനെ പലതരത്തിൽ ഉത്തരവുകൾ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ? പിന്നില്ലാണ്ട് എന്തോരം പ്രതീക്ഷയായിരുന്നു. അത് 2-3 ദിവസം ആകുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ കാണേണ്ടി വന്നാൽ വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് കാണേണ്ടത് എന്നതിനെ കുറിച്ച് എല്ലാവരിലും ആശങ്ക ഉണ്ടാകും. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? അത് ഒരിക്കലുമല്ല. ഈ പോലീസിന് പിണറായി വിജയന്റെ കാലത്ത് കേരള സമരത്തെ ജനങ്ങളെ തല്ലി ഒതുക്കിയതുപോലെയുള്ള പോലീസാണ്. ആ പോലീസ് ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ഒരു പണി കൊടുക്കാമെന്ന് ആഗ്രഹിച്ചിട്ടാണ്, ഏതെങ്കിലും ബുദ്ധിയിൽ ഉദിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴും ഭരിക്കുന്ന പിണറായി വിജയനാണ് എന്നുള്ള അധമബോധത്തിന്റെ ഭാഗമായിട്ടാണ് ചിലപ്പോൾ അത്തരം കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത്. അത് പരിശോധിക്കുന്നുണ്ട്. അയ്യോ, അത് വേണ്ട. ആരാണ് ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റത്തിലേക്ക്, ഈ ക്രൂരമായ രൂപത്തിൽ ബലപ്രയോഗത്തിലേക്ക് നയിച്ചത് എന്ന് ഞങ്ങൾ അന്വേഷിക്കും. ഞങ്ങളുടെ നയമാണെങ്കിൽ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ അത് നിർത്തിവെക്കാൻ ഞങ്ങൾ ഉത്തരവ് കൊടുക്കുമോ? നിർത്തിവെക്കാൻ പറഞ്ഞത് അത് 100% തീർച്ചയായിട്ടും അതിനകത്ത് ആ ജനങ്ങൾക്ക് നേരെ നടന്ന കയ്യേറ്റവും അതിക്രമവും ആ രൂപത്തിലാണെങ്കിൽ അത് പരിശോധിക്കും. എന്താ ഉറക്കം വരുന്നു? ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പലതവണ ആവർത്തിക്കുകയാണ്, ആ സ്പോട്ടിൽ നിർത്തിവെച്ചു. സ്പോട്ടിൽ ഇന്നലെ സംഭവം ഉണ്ടായത് 3 മണിക്കാണ്. അവിടെ ക്രൂരമായിട്ടുള്ള മർദ്ദനവും അടിച്ചമർത്തലും ചവിട്ടലും ജലപീരങ്കി ഉപയോഗം എല്ലാം കഴിഞ്ഞ് 3:30 തന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞട്ടാ. 50-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിൽ വീട് നഷ്ടപ്പെടുന്നവരുണ്ട്, പ്രാദേശികമായിട്ട് ജനപ്രതിനിധികളുണ്ട്, CPM-ന്റെ പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി ഉണ്ട്, അതുപോലെ വാഴക്കുളം ലോക്കൽ സെക്രട്ടറി ഉണ്ട്. അവരെ 5:30-ക്കാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ വിടുന്നത്. അതിനുശേഷമാണ് ഇവിടെ ആഭ്യന്തരമന്ത്രി ഇടപെട്ടു എന്നുള്ള വാർത്ത വന്നത് 5:45-ന് ശേഷമാണ്. ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ നുണയൊന്നും പറയുന്ന പാർട്ടീസല്ല. അത് ബ്രേക്ക് നമ്മുടെ ലൈവിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്താണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അവിടെ വിളിക്കുകയും പോലീസിനോട് പിൻവാങ്ങാൻ പറയുകയും ചെയ്തത്. 4 മണി വാർത്ത കയറുന്നതിന് മുൻപ് അത് സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഈ പറയുന്ന ജാമ്യം പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അങ്ങ് പറയുന്നത് പോലെ ശരിയാണ്, കുറച്ച് വൈകിയാണ് സംഭവിച്ചത്. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ അതിന് മുൻപുണ്ടായി, അക്കാര്യത്തിൽ തർക്കമില്ല. ഞാൻ മറന്നുപോയി, 10 മണിക്ക് കമ്മിറ്റി ഉള്ളതാ. താനൂടെ ഒന്നോ ഞാൻ പോരാ. വേറെ കാര്യം